പ്രസംഗം. അതിനാധാരമായി 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, 9-ഉം 10-ഉം വാക്യം. എപ്പേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എപ്പേസ് എന്ന് പേരിട്ടു. ഇവിടെ എപ്പേസ് എന്ന് പറയുന്ന ഒരാളെ ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഇതിന് മുന്നിലോ ബൈബിളിലോ ഒന്നും എപ്പേസ് എന്ന പേരിനെ കുറിച്ചോ എപ്പേസ് എന്ന ഒരാളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. എപ്പേസിൻ്റെ സഹോദരന്മാരെക്കാളും മാന്യനായിരുന്നുവെന്നും അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് വ്യസനപുത്രൻ എന്നാണ് എപ്പേസിനെ അറിയപ്പെടുന്നത്. എപ്പേസ് എന്ന വാക്കിൻ്റെ അർത്ഥം വേദന അല്ലെങ്കിൽ വ്യസനം എന്നാണ്. അമ്മയെക്കുറിച്ചും സഹോദരനെക്കുറിച്ചും പറയുന്നുവെങ്കിൽ അവരുടെ പേരോ മാതാപിതാക്കളുടെ പേരോ ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതിനുശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ എപ്പേസ് ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. നമുക്കറിയാം ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടും അബ്രഹാമിൻ്റെ പ്രാർത്ഥനയും 3 നേരം പ്രാർത്ഥിച്ച ദാവീദിനെ കുറിച്ചും ദാനിയേലിനെ കുറിച്ചൊക്കെയും ബൈബിൾ പറയുന്നു. എന്നാൽ എപ്പേസിൻ്റെ പ്രാർത്ഥന ഒരു വ്യക്തിപരമായ പ്രാർത്ഥന പോലെ എനിക്ക് തോന്നി. എപ്പേസ് പ്രാർത്ഥിച്ചത് 4 വിധ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ 10-ാം അധ്യായത്തിൽ എപ്പേസ് തൻ്റെ ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുസരിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ 4 വിധ കാര്യങ്ങളാണ് എപ്പേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഒന്നാമത്തെ പ്രാർത്ഥന, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. നമ്മൾ കുഞ്ഞുനാളിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് പോലെ അവരുടെ വലിയ രീതിയിലൊന്നും പ്രാർത്ഥിക്കാൻ അറിയാതിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ പപ്പയെ അനുഗ്രഹിക്കണം, അമ്മയെ അനുഗ്രഹിക്കണം. അതുപോലെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രാർത്ഥന എപ്പേസ് ഇവിടെ പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ അനുഗ്രഹിക്കണം എന്നതിൽപ്പെടെ എൻ്റെ കുടുംബം, പിന്നെ ജോലി, വിദ്യാഭ്യാസം, ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഇവിടെ എപ്പേസ് പ്രാർത്ഥിക്കുന്നു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണേ. അവർ അനുഗ്രഹമില്ലാത്ത അവസ്ഥയിലൂടെ ആയിരിക്കാം എപ്പേസ് കടന്നു പോയിട്ടുള്ളത്. രണ്ടാമതായി എപ്പേസ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ അതിർ വിസ്താരമാക്കുകയും എൻ്റെ അതിരിനെ വിസ്താരമാക്കണം. അതിരിനെ വിസ്താരമാക്കണമെന്ന് പറയുമ്പോൾ നമ്മളൊരു ബോർഡർ ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു പരിധി വെച്ചിരിക്കും. നമ്മളെ നോക്കി ഒരു പരിധി വെച്ചിരിക്കും. നമ്മളെ കഴിവിലും നമുക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാർത്ഥന യോഗ്യരാണെങ്കിൽ പോലും അതിനൊന്നും വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെ ഒതുങ്ങി കഴിഞ്ഞ് ഒരു ബോർഡർ വെച്ചിരിക്കും. മനുഷ്യർ നമ്മളെ നോക്കി പല രീതിയിലുള്ള വിധി കൽപ്പിക്കും. പിശാച് നമ്മളെ അനുഗ്രഹങ്ങൾക്ക് പിന്നെ അഭിവൃദ്ധിക്കും ഒക്കെ തടസ്സമായിട്ട് പിശാച് ബോർഡർ വെച്ചിരിക്കും. ഇതുപോലെ എപ്പേസിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ